മഹാത്മാ അയ്യങ്കാളിയുടെ 161 ജന്മജയന്തി സമ്മേളനം കായംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നടത്തി. കൃഷ്ണപുരം കോൺഗ്രസ് ഭവനിൽ അയ്യങ്കാളിയുടെ ഛായാചിത്രത്തിന് മുൻപിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷം അനുസ്മരണ സമ്മേളനം KPCC സെക്രട്ടറി N. രവി ഉദ്ഘാടനം ചെയ്തു. കായംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി മഹാത്മാ അയ്യങ്കാളിയുടെ 161 ജന്മജയന്തി സമ്മേളനം സംഘടിപ്പിച്ചു. കൃഷ്ണപുരം കോൺഗ്രസ് ഭവനിൽ അയ്യങ്കാളിയുടെ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷം അനുസ്മരണ സമ്മേളനം നടത്തി. KPCC സെക്രട്ടറി N. രവി ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലായി മാറിയ നിരവധി ത്യാഗോജ്വലമായ സമരങ്ങൾ നടത്തി നമ്മുടെ രാജ്യത്തെ നൂറ്റാണ്ടുകൾക്ക് അപ്പുറമുള്ള ആ വ്യവസ്ഥിതിക്കെതിരായി അധസ്ഥിത പിന്നോക്ക ജനവിഭാഗങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും വിദ്യാഭ്യാസ അവകാശത്തിനു വേണ്ടിയും ഒക്കെ ധീരമായി നേതൃത്വം നൽകി സമരം ചെയ്ത് നേടിയെടുത്ത മഹാനാണ് മഹാത്മാ അയ്യങ്കാളി. അദ്ദേഹം കേരളത്തിലെ നവോത്ഥാന ചരിത്രത്തിൽ ശ്രീനാരായണ ഗുരുവിനെയും ചട്ടമ്പി സ്വാമികളെയും പോലെ കേരളം എന്നും സ്മരിക്കപ്പെടുന്ന ബഹുമാന്യനായ നവോത്ഥാന നായകനായിരുന്നു മഹാത്മാ അയ്യങ്കാളി. പുലയ സമുദായം ഉൾപ്പെടെയുള്ള പിന്നോക്ക അധസ്ഥിത സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് വിദ്യാഭ്യാസം ചെയ്യുവാൻ പോലുമുള്ള അവകാശമില്ലായിരുന്നു. പ്രത്യേകിച്ച് വനിതകൾക്ക് വിദ്യാഭ്യാസം നിഷേധിച്ച ആ സമുദായത്തിൽപ്പെട്ട അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട വനിതകളുടെ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വിദ്യാഭ്യാസ അവകാശം നിഷേധിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം വിദ്യാഭ്യാസ അവകാശം നേടിയെടുക്കുന്നതിന് വേണ്ടി സമരം നടത്തിയിട്ടുള്ളത്. കായംകുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ചിറപ്പുറത്ത് മുരളി അധ്യക്ഷനായി. നമുക്കറിയാം, അയ്യങ്കാളിയെ പറ്റി പറയുമ്പോൾ സത്യത്തിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനനിരതമായ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ കാലഘട്ടത്തിൽ അനുഭവിച്ച ദുരിതവും ആ കാലഘട്ടത്തിലെ ശക്തമായ നിലപാടുകളും ഒരുപക്ഷെ വേണ്ടത്ര രീതിയിൽ നമ്മുടെ കേരളത്തിന്റെയും ഇന്ത്യയുടെയും പൊതുസമൂഹം പൂർണ്ണമായി ഏറ്റെടുത്തോ എന്ന് ചോദിച്ചാൽ അത് ഏറ്റെടുത്തില്ല, അല്ലെങ്കിൽ ചരിത്രത്തിന്റെ ഒരു മറവിയായി അത് ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് സത്യം. അത് മാറണം. കാരണം അദ്ദേഹത്തിന്റെ ആ ജീവചരിത്രവും മറ്റു കാര്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ സാമൂഹ്യ പരിഷ്കർത്താവായി വളരെ എന്നുവെച്ചാൽ 100-120 വർഷം മുമ്പ് അദ്ദേഹം ആ പ്രവർത്തന രംഗത്ത് സജീവമാവുകയും 161 വർഷം മുമ്പ് ജനിക്കുകയും ചെയ്തു. ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിധു രാഘവൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. നോർത്ത് മണ്ഡലം പ്രസിഡന്റ് K. നാസർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാധാമണി രാജൻ, വൈസ് പ്രസിഡന്റ് ശ്രീലത ശശി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീഹരി കോട്ടിരേത്ത, തണ്ടളത്ത് മുരളി, നവാസ് വലിയ വീട്ടിൽ, നദീർ, ശിവദാസൻ പിള്ള, ശശി തിരുവാതിര തുടങ്ങിയവർ സംസാരിച്ചു. CDNet ന്യൂസ്, കായംകുളം.